ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞ ക്യാമറ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് എടോ അസിസ്റ്റന്റ് മുഖം കൊടുത്ത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറ്റട. എന്താ സാറേ? അത് ശരി, അപ്പൊ അത് മുഖം അല്ലായിരുന്ന. രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റണില്ലല്ല. ഒന്നല്ലെങ്കിൽ ഒരു കൂളി തൊട്, അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കും. ഇവിടെയൊക്കെ ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെക്കും? അത് ശരി. ഷൂട്ടിങ്ങിന്റെ കേസ് കാണുമ്പോഴേ ഒന്നൊഴിച്ച് ബാക്കി എല്ലാം റെഡി. ക്യാമറ ഓക്കെയാണ്. ക്യാമറ റെഡി, മെസ് റെഡി, ആർട്ടിസ്റ്റ് റെഡി, ലൈറ്റ് റെഡി, ബാക്കി എല്ലാം റെഡി. പിന്നെ എന്താണ് റെഡിയാവാനുള്ളത്? പ്രൊഡ്യൂസർ മാത്രം റെഡി ആയിട്ടില്ല. അത് ശരി. കാശ് മുടക്കാനുള്ള ആളെ മാത്രം കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് നടത്തും? അതിന് പണിയുണ്ട് സാറേ. എങ്ങനെ? ഇവിടെ ഷൂട്ടിംഗ് ആണ് വന്ന് രണ്ടുപേർക്കിടെ ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പൊ പൈസ ആയി അഭിനയിക്കാൻ ആളുമായില്ലേ? എന്റെ ആറ്റുകാലി ശശി തന്നെ സമ്മതിക്കണം. അപ്പൊ ഒരു കാര്യം, നീ ആ ചാൻസ് വെച്ച് വന്നോ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ. പക്ഷെ അവരെ കണ്ട സാർ എന്താണ്? പൃഥ്വിരാജാണ് മാറി. അത്രയ്ക്ക് ഗ്ലാമർ ആണോ? ഗ്ലാമർ ആണോന്നോ? വിളിക്കട്ടെ. വിളിച്ച് എടാ പൃഥ്വിരാജ കടന്നു വാടാ. എവനാണാടാ പൃഥ്വിരാജ്? ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലോടാ. ഇവിടെ വാടാ. എവനെ കണ്ടാൽ ആര് മാറി നിൽക്കുന്ന പറഞ്ഞേ? പൃഥ്വിരാജ. ഒരു പഞ്ചായത്ത് മൊത്തം മാറി നിൽക്കും. ഇതെന്താണ് തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്തു വല്ല കറണ്ട് അടിച്ചതായിരിക്കും. എന്താണ് നിന്റെ പ്യാര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ഭൂ. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ സാബു അങ്ങനെ അമ്മ വിളിക്കണേന്ന്. അതല്ല, വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലെ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. എടോ അതല്ല, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? അങ്ങനെ പറ. 3 പേര്. 3 ഡസൻ. അത് ശരി. എടോ അതല്ല, അച്ഛൻ എന്താണ് ജോലി? ഇതൊക്കെ തന്നെ പരിപാടി. എടോ അതല്ലെന്ന്, അച്ഛൻ എന്തെങ്കിലും ജോലി വേണ്ടേ ജീവിക്കാൻ? റബ്ബർ വികസന കോർപ്പറേഷനാണ് ജോലി. ഓ, ഈ റബ്ബർ കയറ്റുമതി ചെയ്യുക ഇറക്കുമതി ചെയ്യുക അങ്ങനത്തെ കോർപ്പറേഷൻ? അതങ്ങനെയല്ല. ഇത് ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ അങ്ങനെ വികസിപ്പിക്കും. എന്നിട്ട് നൂലിട്ട് കെട്ടും കൊടുക്കും, 5 രൂപ വാങ്ങും. വീണ്ടും വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും കൊടുക്കും, 5 രൂപ വാങ്ങും. ഇതന്നെ പരിപാടി. ബലൂൺ കച്ചവടം. അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഞാനിത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നോണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അങ്ങനെ. ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതും. പാട്ടെഴുതും? ഒരു പാട്ടെഴുത്തുകാരനെ തപ്പി അടക്കിയത് ഞാൻ. ഏത് ടൈപ്പിലുള്ള പാട്ടാണ്? പോപ്പാണോ, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളെ സാറിന് സിനിമയ്ക്ക് തരുമോ? സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകള്. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോണത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടോ കുടുംബശ്രീ ഒക്കെ നടക്കണം. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ട് സാറിന് സിനിമയ്ക്ക് തരാം. അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. സൂപ്പർ സിറ്റുവേഷൻ. മമ്മൂട്ടിയുടെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കപ്പറ്റി കൂടുമ്പോൾ ചൂടുമ്പോൾ ഓടി വാ സദേവാ. സീരിയൽ തുടങ്ങുമ്പോൾ കപ്പറ്റി നിർത്തിക്കോണം ഒലക്കെ കൊണ്ടോടി വാ സദേവാ സദേവാ. അടിപൊളി, സൂപ്പർ അല്ലേ? സൂപ്പർ. എന്നെ സമ്മതിക്കണല്ലേ? പക്ഷേ ഈ ഷഡ്ജം ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജോ? ഇല്ല, ഇട്ടിട്ടില്ല. എന്റെ അമ്മച്ചിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജം എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ലെന്ന് എന്തേ പറയുന്നത്? എന്നിട്ട് നേരം എടുത്ത് എന്റെ പല്ല് വെച്ച് കുളിച്ച് ബനിയനിട്ട് ഷഡ്ജിട്ട്. അച്ഛേ, എടാ ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഈ സംഗീതത്തിന്റെ ഒക്കെ ഷഡ്ജം. എന്തേ സംഗീതമൊക്കെ ഷഡ്ജിടാൻ തുടങ്ങിയോ? എടാ ഞാൻ ഉദ്ദേശിച്ച അതല്ലെന്ന്. താനീ വെള്ളി ഇട്ടായിരുന്നു. വെള്ളിയുടെ ഒക്കെ മേടിച്ചിടാനുള്ള സെറ്റപ്പ് ഒന്നും നമുക്കില്ല സാറേ. നമ്മളൊക്കെ പാവങ്ങളല്ലേ. നമുക്കൊക്കെ 10 രൂപയ്ക്ക് 5 എണ്ണം കിട്ടണത്. എടാ ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഈ ഷഡ്ജത്തിന് നേരെ നിക്കട്ടെ. നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പോട്ടെ, ഞാൻ ബസ്സിന് പോക്കോളാം. ഈ ഷഡ്ജോയും ടെമ്പോയും പോട്ടെ. സംഗതി കംപ്ലീറ്റ് പുറത്തായിരുന്നു. എവിടെ പോയി പറയുമ്പോ ഓടി ഓടി മാന്യനാണോ വിചാരിച്ചു? എന്നിട്ട് പറഞ്ഞത് കേട്ടോ. എടാ ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇനിയൊക്കെ പോട്ടെ. നീ ട്യൂൺ ചെയ്യാറുണ്ടാ? ഇടയ്ക്കൊക്കെ. ആണോ? ഈ കല്യാണിയാണോ കാദംബരിയാണോ ട്യൂൺ ചെയ്യാൻ കൂടുതൽ എളുപ്പം? ഇത് രണ്ടുമല്ല. പിന്നെ മടത്തറ ശാന്ത. കണ്ണു കാണിച്ചാൽ മതി, അപ്പൊ തന്നെ പുറകെ പോന്നോളൂ. എടാ ഏതാണ് ഇവൻ? സാറേ ഇനി കഴിവുണ്ടവൻ. എന്തൊട്ട്? ശിങ്കാരി മേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? നീയാണാ ശിങ്കാരി മേളത്തിന് താളം കണ്ടുപിടിച്ചത്? ഞാനാ ശിങ്കാരി മേളത്തിന്റെ താളം കണ്ടുപിടിച്ചത്. എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമിക്കി കമ്മല് പണയം വെക്കാൻ കൊണ്ടുചെന്നു. അപ്പൊ അവിടുത്തെ പുള്ളി ഉറച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് മുക്കുമണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്കി കമ്മല് എന്ന് പറഞ്ഞൊരൊറ്റ ഏത്. അപ്പൊ തന്നെ ശിങ്കാരി മേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മല് തേന്ന് പറയുമ്പോൾ ശിങ്കാരി മേളത്തിന് താളം കിട്ടണത്? സാറിന് പറഞ്ഞു നോക്കിയേ. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മല് തേ അങ്ങനെ പറഞ്ഞാൽ കിട്ടൂല. പിന്നെ ഇതുപോലെ ദേഷ്യത്തിൽ പറഞ്ഞാലേ കിട്ടുള്ളൂ. എങ്ങനെ? നിന്റെ അമ്മയുടെ
അപ്പൊ ശിങ്കാരി മേളത്തിന് നാളെ കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ഇതേന്ന് പറഞ്ഞാൽ മതിയല്ലേ? വേണ്ടായിരുന്നു. സാറിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ഇതേന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായി അമ്മയാണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പറഞ്ഞു വിടാൻ. ഒരു സിനിമയിലെ ഡയലോഗ് ഡയഗോലി ഒരു നടൻ ആദ്യം വരുന്ന ഡയഗോലി പ്രസന്റേഷൻ ആണ്. ഡയലോഗ് പ്രസന്റേഷൻ അത് തന്നെ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും, അതിന്റെ ഭാവത്തിലും തീവ്രതയിലും തിരിച്ചുകൊണ്ട് പറയാം. അതിന് സൂപ്പറായിട്ട് ഞാൻ പറയും. ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. കണ്ടപ്പറിയില്ലട്ടാ. 12 സക്സസ് ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള ആരും പറയില്ല. എടാ മെനകെട്ടവനെ, സിനിമയിലെ ഡയലോഗാണിത്. ആണാ? മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും ടീച്ചറൊന്നും വളർത്തിയില്ലോ. എടാ ഇത് സിനിമയിലെ ഡയലോഗാണിത്. കൺമുമ്പിൽ വെച്ച് അമ്മച്ചയെ കയറി പിടിച്ച് റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. മെനകെട്ടവന് സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴിവറത്തിന്ന് തോണ്ടി ഈ കൈകളിലോട്ട് വാങ്ങുമ്പോ ഈ നീളത്തിൽ ഞൊളയ്ക്കുവാ തിരുമേനി പുഴുക്കളെ. അത് തന്നെ, അത് പുഴുക്കളെന്ന്. ആ പുഴു എന്ന് പറഞ്ഞ പോകുന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പൊക്കോളാണെന്ന്. ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല, അപ്പഴാ പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കണത്. എടാ പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിനെ എടുത്തു പറയണം. അത് ഞാൻ ഓക്കെ, റെഡി സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി. അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരംപെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കി എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്കന്ന് 9 പുഴു. എങ്ങനെയുണ്ടാ പുഴു? ഓടാ പുഴു. എടാ ഏതാ ഇവൻ? ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ള വില്ലനെ വേണം. എങ്കിൽ നമുക്ക് രാജനാണ്. ഇടുക്കി രാജന അല്ലെന്ന്, പാമ്പാടി രാജൻ. ആളാണോ? ആളല്ല, ആരാ ഭയങ്കര തലെടുപ്പാ. ഇന്നലെ 2 പേർക്കാണ് തലെടുത്തുള്ളൂ. എടോ ആ തലയെടുപ്പിന്റെ കേസല്ല, ഒരു 6 അടി പൊക്കം, ഒത്ത പൗരുഷം, നല്ല നിറം, അതൊക്കെയാണ് തലയെടുപ്പ് എന്ന് പറയുന്നത്. എന്നാ പറയണ്ടേ? ഞാൻ പറഞ്ഞില്ല സാറ് 2 പേര് വന്നിട്ട്. ഒരുത്ത പുറത്ത് നിൽക്കണ്ട, അവനെ വിളിക്കട്ടെ. വിളിക്കവനെ. എടാ കടന്നു വാടാ. വെളുപ്പാണല്ലോ, പൂവമ്പഴം പോലെ ഇരിക്കണം. ഏതാടെ സിംഹവാലം കുരങ്ങ്? ആ ചെല്ലങ്ങോട്ട്. എണ ചേരാൻ പറ്റിയതാ. കൊള്ളാം, നല്ല രസമുണ്ട്. ഫ്ലൂട്ട് വായിക്കുന്ന രഘുവൊക്കെ വന്നു. കോക്കാച്ചി ഓടാ അവിടുന്ന്. കോക്കാച്ചിനെ മാക്കാനെ കണ്ടാ തിരിച്ചറിയാൻ മേലേടാ. സാറേ ഇവന്റെ പേര് കേട്ടതാ അറിഞ്ഞിട്ട്. എന്തെന്നാണ് നിന്റെ പ്യാര്? എന്തെന്ന്? ഞെട്ടി ഞെട്ടി ഞെട്ടി. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സിനിമയ്ക്ക് പറ്റിയ വില്ലൻ ഇവൻ, അവൻ നായകൻ, നീ നായകൻ, ഇവൻ വില്ലൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. ഈ കാറിൽ ഇങ്ങോട്ട് വരുമ്പോ വില്ലൻ ആ കാറിന് കുറുകനെ ചാടുന്നു. കുറുക്കനെ? ആ ചാടുന്നു, കുറുകനെ ചാടുന്നു. ഓക്കെ, ടേക്ക് നോക്കാം. ടേക്ക് നമ്പർ 2, സീൻ നമ്പർ 67. റെഡി? വില്ലൻ കുറുകനെ ചാടുന്നു. എന്താണ് ഇത്? കാറിന്റെ വട്ടം കുറുക്കൻ ചാടിയപ്പോ കുറുക്കൻ കാറിന്റെ അടിയിൽ പോയി. എടാ കുറുക്കനെ കൊണ്ട് ചാടാനല്ല, കാറിന് വട്ടം ചാടി വീഴുന്നു. കൊല്ലാനുള്ള പരിപാടിയല്ല. ഒരു കാര്യം ചെയ്യും, നീ കാറിന്റെ സൈഡിൽ മാറി ഡയലോഗ് പറഞ്ഞാൽ മതി. ആരാടാ നീ? അത് നിന്റെ പേര്. നീ ചോദിക്കണം ആരാടാ നീ? എന്നോടല്ല, നീ അവനോട് ചോദിക്കണം ആരാടാ നീ. സാബു. എടാ നിന്റെ പേര്, ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരക്ടർ തന്നെ ഞാനല്ല, മുയലാണ്. എടാ മുയലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണം. പാത്രത്തിന്റെ പേരല്ല, ഈ മംഗലശ്ശേരി നീലകണ്ഠൻ, കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പ്യാര്. അങ്ങനെ ഒരു പേര് ഈ സിനിമയിൽ എനിക്കുണ്ടോ? ഉണ്ടെന്ന്. അത് ഞാൻ കലക്കും. ഓക്കെ, കേട്ട് പഠിച്ചോളാം, കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം. പറഞ്ഞോ. ഞാൻ കോതണ്ട ബാണ റെഡ്ഡി. ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിന് പറഞ്ഞേ. ഞാൻ
കോതണ്ഡപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് നിന്റെ പേരാണ്. ഞാൻ കോതണ്ഡപാണ റെഡ്ഡി. കോതമംഗലത്ത് പോവാ റെഡ്ഡി. കോതമംഗലത്ത് വാളനപ്പള്ളിയിൽ പോണ കാര്യമല്ല. ഞാൻ കോതണ്ഡപാണ റെഡ്ഡി. ഞാൻ സാറിന്റെ ഒപ്പം പറഞ്ഞു നോക്കിയിട്ട് പറയാം. എന്റെ ഒപ്പം കറക്റ്റായിട്ട് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കോതണ്ഡപാണ റെഡ്ഡി. പഴയ പണി ഓർത്തുപോയി. ഇനി വേറെ കളി കളിക്കാം. ഇത് വേണ്ട, ഇത് വേണ്ട. പഴയ പേര് മതി, സാബു. അത് മതി സാറേ. മറ്റേത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വരും. ഇങ്ങനെ പറയുമ്പോ ശ്രദ്ധിച്ച് പറഞ്ഞത് കറക്റ്റായിട്ട് പറയാൻ. എങ്ങനെ പറയാം? കണ്ട ഷെഡി. ഇത് വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ? ഇത് ഞാൻ പറയണം. സിമ്പിളല്ലേ? പറ. നിനക്ക് പരിപ്പോട വേണോ അതോ പിണ്ണാക്ക് വേണോ? പൊറോട്ട മതിയിടാ. അവന് പൊറോട്ട ഇറച്ചി മതി. തിന്നണ വിചാരം മാത്രമേ ഉള്ളൂ. ഇത് വേണ്ട. ഇത് നിന്റെ ഡയലോഗ്. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. എടാ അങ്ങനെയല്ലടാ സാറ് പറഞ്ഞ അക്ഷര സ്ഫുടത വേണം. എന്താ സാറേ ഇത്? കടക്ക് പുറത്ത്. കേട്ടോ? കടപ്പുറത്ത്. ഇത് വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. എന്താ നിനക്കൊരു കുണ്ടില ഭാവം? എന്നാ ഭാവം? അത് വേണ്ട, 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 വിട്ടേക്ക്. ഓക്കെ. ഇനി നിന്റെ ഡയലോഗ്. നീ പോയി കിടന്ന് ഉറങ്ങ്. പറയുമ്പോ എങ്ങാട് പോകണം. എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട്. നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞല്ല. നിന്റെ ഡയലോഗാണ്. നീ അവനോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെറ്റി പോയി കിടന്ന് ഉറങ്ങണം. ഡയലോഗാണ്. കുറച്ച് ഭാവത്തിൽ പറ. നീ പോയി ഭാവത്തിൽ കിടന്ന് ഉറങ്ങ്. കുറച്ച് കട്ടിക്ക് പറയാൻ. നീ പോയി കട്ടിക്ക് കിടന്ന് ഉറങ്ങ്. ഞാൻ ത്രാസാണ്. എടാ അതല്ല. കുറച്ച് വികാര പരവശനായിട്ട് പറ. ഉറങ്ങാൻ. ഇതൊന്നും വേണ്ട. പടം ഇവിടെ വെച്ച് പാക്കപ്പാണ്. രണ്ടുപേർക്ക് ചാൻസ് ഇല്ല. അയ്യോ സാർ അങ്ങനെ പറയരുത്. പാക്കപ്പ് എന്ന് പറഞ്ഞാൽ പാക്കപ്പാണ്. സാറേ ഈ പടത്തിൽ പറഞ്ഞാണ് പാക്കപ്പ്, പാക്കപ്പ്, പാക്കപ്പ്. നീ സാറിന് ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ? സാറിന് നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് ചാലക്കുടി. ചാലക്കുടി. കഴിഞ്ഞ ആഴ്ച ചാലക്കുടി വന്നായിരുന്നു. എവിടെ? നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തൊട്ട് ബാക്കിൽ നാടകനടി രമണി ചേച്ചി താമസിക്കണില്ലേ? ഈ രമണി ചേച്ചിയുടെ മൂത്തമോൾ അനിതനെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ. അയ്യോ ഇത് സാറാണ്. എന്റെ പൊന്നു സാറേ, ആ ഫാമിലി അറിയാവുന്നോണ്ട് പറയാണ്. അവിടെ നിന്ന് കല്യാണം കഴിക്കേണ്ട ആ ചീത്ത പേരുണ്ടാവും. ഒന്നാന്തര ഫാമിലിയെ കുറിച്ച് കുറ്റം പറയരുത് സാറേ. കൊള്ളില്ലാത്ത ഫാമിലിയാണത്. പറയരുത്. കൊള്ളില്ലാത്ത ഫാമിലിയാണത്. എടോ ഈ നാടകനടി രമണി ചേച്ചിയുടെ മൂത്തമോൾ അനിത ഉണ്ടല്ലോ, മലബാർ ഗോൾഡാ. മനസ്സിലായില്ല. എന്നും ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. രണ്ടാമത്തെ മോളുണ്ടല്ലോ അഞ്ജലി, ആലുക്കാസ് ജ്വല്ലറിയാ. മനസ്സിലായില്ല. എന്നും ഒരു പണത്തൂക്കം മുൻപിൽ. അങ്ങനെയാണെങ്കിൽ ഇവര് അമ്മ രമണി ഉണ്ടല്ലോ, അറ്റ്ലസ് ജ്വല്ലറിയാ. മനസ്സിലായില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം.